ഓക്കെ ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ CSFിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് നല്ലൊരു അവസരമായിട്ട് CSF ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 1127 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സ് സർവീസ്മാന് 113 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനാണ് നല്ലൊരു അവസരമായിട്ട് CSF ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ലൊക്കേഷൻസ് അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 800 മീറ്റർ 3 മിനിറ്റ് 15 സെക്കൻഡ്, ലോങ് ജമ്പ് വന്നിട്ട് 3 മീറ്ററും 35 സെന്റിമീറ്ററും ആ ഒരു ഇവന്റ് നിങ്ങൾ ക്രോസ് ആവേണ്ടതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഹൈ ജമ്പ് 1 മീറ്ററും 0.6 സെന്റിമീറ്ററും ഹൈ ജമ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുമ്പോൾ 3/2/2025, അതേപോലെ തന്നെ എൻഡിങ് ഡേറ്റ് 4/3/2025. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 27 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇതിന് എലിജിബിലിറ്റി. അതേപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്റ്റ് പോസ്റ്റാണ്. UR-ന് 344, SC-ക്ക് 126, ST-ക്ക് 63, OBC-ക്ക് 228, അതേപോലെ തന്നെ EWS-ന് 84. ടോട്ടൽ വന്നിട്ട് 845 വേക്കൻസിയാണ്. അതേപോലെ എക്സ് സർവീസ്മാന് വളരെ നല്ലൊരു അവസരമാണ്. 10% അവർക്ക് കോട്ട ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 85 വേക്കൻസിയാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്റ്റ് പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്ററിലേക്ക് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ എക്സ് സർവീസിന് 28 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ UR-ന് 116, SC-ക്ക് 41, ST-ക്ക് 20, OBC-ക്ക് 75, EWS-ന് 27, ടോട്ടൽ 279 വേക്കൻസിയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു അവസരമാണ്. ടോട്ടൽ 1124 വേക്കൻസിയും എക്സ് സർവീസിന് വന്നിട്ട് 113 വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 10ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അതേപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 167 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ഷെഡ്യൂൾ ട്രൈബ്യൂണലിലേക്ക് വരികയാണെങ്കിൽ 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ജനറൽ കാറ്റഗറിക്ക് 80 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ എക്സ്പാൻഷൻ വന്നിട്ട് 5 സെന്റിമീറ്റർ 80-85 ഉണ്ടായിരിക്കണം. ഷെഡ്യൂൾ ട്രൈബ്യൂണലിലേക്ക് വരികയാണെങ്കിൽ 78 സെന്റിമീറ്റർ, അതേപോലെ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചേർത്ത് 83 സെന്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് എക്സ്പാൻഷനിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ഐ വിഷൻ വന്നിട്ട് 6/6 ഉണ്ടായിരിക്കണം. ഓക്കെ, ടാറ്റുവിന്റെ കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. എക്സ് സർവീസ്മാന്റെ കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 800 മീറ്റർ റണ്ണിങ് 3 മിനിറ്റും 15 സെക്കൻഡിലും ഓടി കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ ലോങ് ജമ്പ് വന്നിട്ട് 11 ഫീറ്റ്, അതായത് 3 മീറ്ററും 35 സെന്റിമീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചാടേണ്ടതാണ്. അതേപോലെ ഹൈ ജമ്പ് വന്നിട്ട് 1.06 മീറ്റർ. അപ്പോൾ ഹൈ ജമ്പ് വന്നിട്ട് 1.06 മീറ്റർ നിങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇവന്റ് നിങ്ങൾ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ട്രേഡ് ടെസ്റ്റിലേക്ക് പോകും. ട്രേഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈറ്റ് വെഹിക്കിളിൽ 50 മാർക്കിനാണ്. ഓക്കെ, അപ്പം ക്വാളിഫൈ മാർക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 50-ൽ 25 നിങ്ങൾ ക്വാളിഫൈ മാർക്ക്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഹെവി വെഹിക്കിളിന് 50-ൽ 25 മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എക്സാം സിലബസ് ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മാർക്കും ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ UR EWS എക്സ് സർവീസ്മാന് 35% മാർക്കും SC ST OBC-ക്ക് 33% മാർക്കും ഉണ്ടായെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്വാളിഫൈ ആവുന്നതാണ്. ഓക്കെ, ഡ്രൈവിംഗ് മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വളരെ നല്ലൊരു അവസരമാണ്. ഓക്കെ, ജയ് ഹിന്ദ്.